സ്ട്രക്ചർ ഓഫ് സ്പേം. സ്ട്രക്ചർ ഓഫ് സ്പേം, ഒരു സ്പേമിൽ 4 ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ എന്നിങ്ങനെ 4 ഭാഗങ്ങളാണ് സ്പേമിന് ഉണ്ടാവുക. സോ സ്ട്രക്ചർ ഓഫ് സ്പേം, സ്ട്രക്ചർ ഓഫ് സ്പേം, ഒരു സ്പേമിന് 4 ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ഹെഡ് എന്ന് പറയുന്ന ഭാഗം, 2 നെക്ക്, പിന്നെ ഒന്ന് മിഡിൽ പീസ്, ശേഷം ടെയിൽ എന്നിങ്ങനെ 4 ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഇനി ദ ഹോൾ സ്പേം ഈസ് എൻവലപ്ഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ. സ്പേമിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുള്ളത് പ്ലാസ്മ മെംബ്രെയിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. സോ ദ ഹോൾ സ്പേം ഈസ് എൻവലപ്ഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ദർ. ഓക്കെ, ലെറ്റ് us see the structure. സ്ട്രക്ചർ ഓഫ് സ്പേം, ഇതിൽ ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ എന്നിങ്ങനെ 4 ഭാഗങ്ങളുണ്ട്. ഇത് സ്പേമിൻ്റെ ഹോൾ ബോഡി കവർ ചെയ്തിരിക്കുന്നതിന് പറയുന്ന പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ് പറയുക. ദ ഹോൾ സ്പേം ഈസ് എൻവലപ്ഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, ദ ഹോൾ സ്പേം ഈസ് എൻവലപ്ഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ. ഇനി നമുക്ക് ഹെഡ് ആദ്യം നോക്കാം. ഹെഡ് എന്ന് പറയുമ്പോൾ അതിൽ 2 ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ നമുക്കിവിടെ കാണാം. ദ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ പ്രസൻറ്റ് ഇൻ ഹെഡ് ഈസ് കോൾഡ് അക്രോസോം. അക്രോസോം എന്നാണ് പറയാം. ഓക്കെ, ഈ അക്രോസോം എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത്, അതായത് ഗോൾജി ബോഡീസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന സ്ട്രക്ചറാണ് അക്രോസോം എന്ന് പറയാം. ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ഗോൾജി ബോഡീസ്. സോ അക്രോസോം, എ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ പ്രസൻറ്റ് ഇൻ ദ ഹെഡ് ഓഫ് സ്പേം ഈസ് കോൾഡ് അക്രോസോം. ഇറ്റ് കണ്ടെയ്ൻ സ്പേം ലൈസിൻ. ഇവിടെ കാണുന്ന എൻസൈമുകളുണ്ട്, സ്പേം ലൈസിൻ, അതുപോലെ തന്നെ നമുക്ക് പറയാം ഹയാൽ യൂറോണിഡേസ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ കാണുന്ന എൻസൈമിന് പറയുന്ന പേരുകളാണ് സ്പേം ലൈസിൻ, അതേപോലെ തന്നെ മറ്റൊരു പേര് കൂടെ നമുക്ക് പറയാം ഹയാൽ യൂറോണിഡേസ് എന്ന് പറയും. ഹയാൽ യൂറോണിഡേസ് എന്നിങ്ങനെ എൻസൈമാണ് ഇതിൽ കാണാൻ പറ്റുക. ഓക്കെ, സ്പേം ലൈസിൻ ഓർ ഹയാൽ യൂറോണിഡേസ്. ഈ അക്രോസോമിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവത്തിൻ്റെ മെംബ്രെയിൻ തുളഞ്ഞു കയറുക എന്നുള്ളതാണ്. ദ ഹെൽപ്സ് ടു ഡിസോൾവ് ദ മെംബ്രെയിൻ ഓഫ് ഓവ ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ സമയത്ത് സ്പേം വന്നിട്ട് ഓവയുടെ മെംബ്രെയിനെ ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എൻസൈമാണ് അക്രോസോമിൽ ഉണ്ടാവും. ആ എൻസൈമിന് പേരാണ് സ്പേം ലൈസിൻ. അപ്പോൾ നമ്മൾ ഹെഡ് കഴിഞ്ഞു, ഹെഡിൽ അക്രോസോം കഴിഞ്ഞു. ഇനി നമുക്ക് ഹെഡിൽ കാണുന്ന മറ്റൊരു ഭാഗമാണ് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലാർജ് ന്യൂക്ലിയസ് നമുക്ക് കാണാൻ പറ്റും. ദേ ആർ ഹാപ്ലോയിഡ് ഇൻ നമ്പർ. ഓക്കെ, ഹെഡ് കൺസിസ്റ്റ് ഓഫ് ലാർജ് ന്യൂക്ലിയസ് വിച്ച് ഇസ് ഹാപ്ലോയിഡ് ഇൻ നമ്പർ. ഹാപ്ലോയിഡ് നമ്പറുള്ള ഒരു ന്യൂക്ലിയസ് നമുക്ക് ഹെഡിൽ കാണാം. അപ്പോൾ ഹെഡിൽ 2 ഭാഗം പറഞ്ഞു, ഒന്ന് അക്രോസോം എന്ന് പറയുന്നതും മറ്റൊന്ന് ന്യൂക്ലിയസ് എന്ന് പറയുന്നതും. ഇനി അടുത്ത ഭാഗമാണ് നെക്ക് എന്ന് പറയുന്നത്. നെക്ക് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് 2 സെൻട്രിയോൾസ് ക്യാൻ ബി സീൻ. ഒന്ന് പ്രോക്സിമൽ സെൻട്രിയോൾ എന്ന് പറയും. ഇതിന് നമുക്ക് പറയാം പ്രോക്സിമൽ സെൻട്രിയോൾ എന്ന് പറയാം. പ്രോക്സിമൽ സെൻട്രിയോൾ എന്ന് പറഞ്ഞാൽ ദേ ഹെൽപ്സ് ഇൻ ഫസ്റ്റ് ക്ലീവേജ് ഡിവിഷൻ ഓഫ് സൈഗോട്ട്. സൈഗോട്ടിൻ്റെ ഡിവിഷന്, ഓക്കെ, ആദ്യം സൈഗോട്ട് സ്പേമും ഓവയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടാവും. ഈ സൈഗോട്ടിനെ ഡിവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് പ്രോക്സിമൽ സെൻട്രിയോൾ എന്ന് പറയാം. രണ്ടാമതാണ് നമുക്ക് ഡിസ്റ്റൽ സെൻട്രിയോൾ. ഈ ഡിസ്റ്റൽ സെൻട്രിയോൾ ആണ് ആക്സിയൽ ഫിലമെൻറ്റ്, അതായത് ടെയിൽ ഫിലമെൻറ്റുകൾക്ക് ഫോം ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, ഡിസ്റ്റൽ സെൻട്രിയോൾ ഗീവ് അറ്റാച്ച്മെൻറ്റ് ടു ടെയിൽ ഫിലമെൻറ്റ്. ടെയിൽ ഫിലമെൻറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഈ ഒരു ഡിസ്റ്റൽ സെൻട്രിയോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൽ സെൻട്രിയോൾ നമുക്ക് ശരിക്കും ഇവിടെ കാണാൻ കഴിയില്ല. ഡിസ്റ്റൽ സെൻട്രിയോൾ ആണ് ആക്സിയൽ ഫിലമെൻറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നെക്കിൽ പറഞ്ഞു 2 സെൻട്രിയോളുകളാണ്. പ്രോക്സിമൽ സെൻട്രിയോളും ഉണ്ട്, ഡിസ്റ്റൽ സെൻട്രിയോളും ഉണ്ട്. പ്രോക്സിമൽ സെൻട്രിയോൾ ഹെൽപ്സ് ഇൻ ഫസ്റ്റ് ക്ലീവേജ് ഡിവിഷൻ ഓഫ് സൈഗോട്ട്. സൈഗോട്ട് ആയി കഴിഞ്ഞാൽ അത് ആദ്യത്തെ ഡിവിഷൻ നടത്താൻ സഹായിക്കുന്നത് പ്രോക്സിമൽ സെൻട്രിയോളാണ്. പിന്നെ ഡിസ്റ്റൽ സെൻട്രിയോൾ ദേ ഗീവ് അറ്റാച്ച്മെൻറ്റ് ടു ടെയിൽ. ടെയിലുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഒന്നാണ് ഡിസ്റ്റൽ സെൻട്രിയോൾ എന്ന് പറയുക. ശേഷം നമുക്കിനി അടുത്തത് മിഡിൽ പീസ്. ഓക്കെ, മിഡിൽ പീസ് എന്ന് പറയുന്നത് നോക്കാം. ലെറ്റ് us see third portion, that is മിഡിൽ പീസ്. മിഡിൽ പീസിൽ നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് ന്യൂമറസ് മൈറ്റോകോൺട്രിയ ക്യാൻ ബി സീൻ. ഒരുപാട് മൈറ്റോകോൺട്രിയ കാണാൻ പറ്റും. ഓക്കെ, ഒരുപാട് മൈറ്റോകോൺട്രിയ. ഈ മൈറ്റോകോൺട്രിയ ഇവിടെ ഉള്ളത് സ്പൈറൽ മൈറ്റോകോൺട്രിയാണ്. ഓക്കെ, സ്പൈറൽ ഷേപ്പുള്ള മൈറ്റോകോൺട്രിയാണ്. ഓക്കെ, ഒരുപാട് ന്യൂമറസ് മൈറ്റോകോൺട്രിയ ക്യാൻ ബി സീൻ ഇൻ മിഡിൽ പീസ്. ദിസ് ഈസ് സ്ട്രക്ചർ ഓഫ് എ മൈറ്റോകോൺട്രിയ. ഒരുപാട് മൈറ്റോകോൺട്രിയ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ഒന്നൊന്ന് മറ്റൊന്ന് കണക്റ്റഡ് സ്പൈറലാണ്.
Spiral shaped mitochondria can be seen here. Okay, ഒരു സ്പൈറൽ ഷേപ്പുള്ള മൈറ്റോകോൺട്രിയ ആണ് ഇവിടെ ഉണ്ടാവുക. ഈ മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഹെൽപ്സ് ഫോർ ദ പ്രൊവൈഡ് എനർജി ഫോർ ദ മോട്ടിലിറ്റി ഓഫ് ദ സ്പേം. ഓക്കെ, അതായത് സ്പേമിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എനർജി കൊടുക്കുന്നത് ഈ മൈറ്റോകോൺട്രിയ ആണ്. ഓക്കെ, സോ മൈറ്റോകോൺട്രിയ പ്രൊവൈഡ് എനർജി ഫോർ ദ മോട്ടിലിറ്റി ഓഫ് സ്പേം. സ്പേം മൂവ് ചെയ്യുമ്പോൾ അതിന് വേണ്ട എനർജി കൊടുക്കുന്നത് മൈറ്റോകോൺട്രിയ ആണ്. അടുത്തത് ലാസ്റ്റ് വൺ ടെയിൽ എന്ന് പറയും. ടെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ that is plasma membrane, tail. ഈ ടെയിൽ കണ്ടെയ്ൻ ആക്സിയൽ ഫിലമെൻറ്റ്, ഇതിനുള്ളിലുള്ളതാണ് ആക്സിയൽ ഫിലമെൻറ്റ് എന്ന് പറയാം. ഈ ടെയിലിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ദ ഹെൽപ്സ് ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് സ്പേം ടുവാർഡ്സ് ഓവ. സ്പേം ഓവയിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്നത് ഈ ഒരു ടെയിൽ ഉള്ളത് കൊണ്ടാണ്. സോ ടെയിൽ ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് സ്പേം ടുവാർഡ്സ് ദ ഓവ. ഓവയുടെ അടുത്തേക്ക് സ്പേം മൂവ് ചെയ്ത് പോകാൻ സഹായിക്കുന്നത് ഈ ടെയിലാണ്. അപ്പോൾ ഇത്രയാണ് പാർട്സ് ഓഫ് ഒരു സ്പെർമറ്റോസോവയുടെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 4 ഭാഗമാണുള്ളത്: ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ. ഹെഡ് കണ്ടെയ്ൻ എ ക്യാപ്പ്-like structure called acrosome. Acrosome contain enzyme called sperm lysine. Sperm lysine helps in dissolving the membrane of ova during fertilization. Then it contain a large haploid nucleus. Okay, then next one, neck. Neck contain proximal and distal centriole. പ്രോക്സിമൽ സെൻട്രിയോൾ എന്ന് പറഞ്ഞാൽ അത് സൈഗോട്ടിൻ്റെ ഡിവിഷന് സഹായിക്കുന്നു. ഡിസ്റ്റൽ സെൻട്രിയോൾ എന്ന് പറഞ്ഞാൽ അത് ടെയിൽ ഫിലമെൻറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടപ്പുണ്ട്. അടുത്തതാണ് മിഡിൽ പീസ്. മിഡിൽ പീസിൽ നോക്കിക്കഴിഞ്ഞാൽ ന്യൂമറസ് മൈറ്റോകോൺട്രിയ ഉണ്ട്. ഇവരാണ് സ്പേമിന് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് പോകുമ്പോൾ എനർജി കൊടുക്കുന്ന ഒന്ന്. പിന്നെ ടെയിൽ എന്ന് പറഞ്ഞാൽ ടെയിലിൽ കാണുന്ന ഒരു ഫിലമെൻറ്റിന് പറയുന്ന പേരാണ് ആക്സിയൽ ഫിലമെൻറ്റ്. ആക്സിയൽ ഫിലമെൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ ഈ ടെയിലിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് സ്പേം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് മൂവ് ചെയ്യുക. അതായത് ഫീമെയിൽ ട്രാക്റ്റിലൂടെ ഓവയിലേക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് ടെയിലാണ്. oogenesis, process of formation of ova in the ovary is known as oogenesis. ഓക്കെ, oogenesis ആണ് നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത്. oogenesis എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ സ്പെർമറ്റോജനസിസ് പറഞ്ഞതുപോലെയല്ല ഊഗോണിയ. സ്പെർമറ്റോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് പ്യൂബർട്ടി സമയമാകുമ്പോഴാണ്. പക്ഷേ oogenesis എന്ന് പറയുന്നത് ബിഫോർ ബർത്ത്, ജനിക്കുന്നതിന് മുന്നേ തന്നെ നടക്കുന്ന പ്രോസസ്സാണ് oogenesis എന്ന് പറയാം. ഏകദേശം 25 ആഴ്ചയാകുമ്പോഴേക്കും ഒരു ഫീമെയിൽ ബേബിയാണ് അമ്മയുടെ ഗർഭാശയത്തിലുള്ളത് എങ്കിൽ അവിടെ 1 മില്യൺ ഊഗോണിയ ഓവറിയുടെ ഉള്ളിൽ അപ്പോഴേക്കും ഫോം ചെയ്തിട്ടുണ്ടാവും. ഇനി 25 ആഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷമോ ഒരു ഊഗോണിയും പിന്നീട് ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി ഈ ഊഗോണിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോം ചെയ്തിട്ടുള്ളത് ജെർമിനൽ സെൽസ് ഓഫ് ഓവറിയാണ്. ഓവറിയുടെ ജെർമിനൽ സെല്ലുകളിൽ നിന്നാണ് ഊഗോണിയ ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിനി ഈ പ്രോസസ് ഓഫ് oogenesis ഒന്നും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇറ്റ് ഇൻവോൾവ് 3 സ്റ്റെപ്സ് ആർ ദർ. ഈ oogenesis 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, രണ്ടാമത് ഗ്രോത്ത് ഫേസ്, മൂന്നാമത്തത് മെച്ചുറേഷൻ ഫേസ്. സോ ഫസ്റ്റ് വൺ മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. ഈ മൾട്ടിപ്ലിക്കേഷൻ ഫേസിൽ അതായത് ഊഗോണിയ, ഓക്കെ, ഓൾ ദ ഊഗോണിയ ഞാൻ പറഞ്ഞിരുന്നു 25 ആഴ്ചയാകുമ്പോഴേക്കും എല്ലാ ഊഗോണിയും ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. സോ ഓൾ ദ ഊഗോണിയ അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ ആൻഡ് ഫോം ന്യൂമറസ് ഊഗോണിയ. 25 ആഴ്ച കഴിയുമ്പോൾ ഒരുപാട് ഊഗോണിയ ഉണ്ടാവും. ഏകദേശം 1 മില്യണോളം വരുന്ന ഊഗോണിയ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. 25 ആഴ്ച ആകുമ്പോഴാണ് ഇതിൻ്റെ ഫോർമേഷൻ കംപ്ലീറ്റ് ആവുക. സോ ഇറ്റ് ഈസ് ഡിപ്ലോയിഡ് ഇൻ നമ്പർ. ദീസ് ആർ ഓൾ ഊഗോണിയ. സോ ഓൾ ദ ഊഗോണിയ ആർ ഫോംഡ് വിത്തിൻ 25 വീക്സ് ഓഫ് ജസ്റ്റേഷൻ. ഓക്കെ, 25 ആഴ്ചയാകുമ്പോഴേക്കും എല്ലാ ഊഗോണിയയും ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഈ ഊഗോണിയ എന്ന് പറയുന്നത് പിന്നെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ട് വലിയ സെല്ലായിട്ട് മാറും. അതിന് പറയുന്ന പേരാണ് പ്രൈമറി oocyte എന്ന് പറയും. ഓക്കെ, ദ ഊഗോണിയ അബ്സോർബ് ന്യൂട്രിയൻസ് ആൻഡ് ഫോം ലാർജ് സെൽ കോൾഡ് പ്രൈമറി oocyte. ഓക്കെ, ഇതും ഡിപ്ലോയിഡ് തന്നെയാണ്. കാരണം ഇവിടെ ഡിവിഷൻസ് ഒന്നും നടന്നിട്ടില്ല. ആകെ നടന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ട് സെല്ലൊന്ന് വലുതായി എന്ന് പറയുന്ന കാര്യം മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിന് നമുക്ക് പറയാം ഇറ്റ് ഈസ് നോൺ ആസ് ഗ്രോത്ത് ഫേസ്. സോ ഡ്യൂറിങ് ഗ്രോത്ത് ഫേസ് ഊഗോണിയ അബ്സോർബ് ന്യൂട്രിയൻസ് ആൻഡ് ഫോം ലാർജ് സെൽ കോൾഡ് പ്രൈമറി oocyte എന്ന് പറയും. അടുത്തത് മെച്ചുറേഷൻ ഫേസ് ആണ്. മൂന്നാമത്തതാണ് മെച്ചുറേഷൻ ഫേസ് എന്ന് പറയും. ഈ മെച്ചുറേഷൻ ഫേസിൽ let us see maturation phase. In maturation phase, the primary oocyte undergo first meiotic division. Okay, primary oocyte undergo first meiotic division. ഈ മെച്ചുറേഷൻ ഫേസ് 2 സ്റ്റെപ്പാണ്. ഒന്ന് മിയോസിസ് 1 ഉണ്ട്, മറ്റൊന്ന് മിയോസിസ് 2 ഉണ്ട്. അപ്പോൾ പ്രൈമറി oocyte എന്ന് പറയുന്നത് മിയോസിസ് 1 നടക്കുന്ന സമയത്ത് ഉണ്ടാകുക ലാർജ് സെക്കൻഡറി oocyteും ഫസ്റ്റ് പോളാർ ബോഡിയാണ്. ഓക്കെ, ലാർജ് സെക്കൻഡറി oocyte ഞാനിവിടെ ചെറുതാക്കി എഴുതാം. സെക്കൻഡറി oocyte. ഓക്കെ, ഇവിടെ ഇത് ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടാവും.
ഓക്കെ, ഇത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോഴാണ്. ഇത് നമുക്ക് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയാം. കാരണം ഇത് പ്രൈമറി oocyte എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് ആയിരുന്നു. ഇവിടെ ഇത് ഹാപ്ലോയിഡ് ആണ്. ദാറ്റ് മീൻസ് 23 ക്രോമോസോം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ n നമ്പറേ ഉള്ളൂ. ഞാൻ n എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, n നമ്പർ ഓഫ് ക്രോമോസോമുകളാണ് സെക്കൻഡറി oocyte ഉണ്ടാവുക. ഇനി ഈ സെക്കൻഡറി oocyte സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ ലാർജ് ഓവയും ഉണ്ടാകും, സ്മോൾ സെക്കൻഡ് പോളാർ ബോഡി ഉണ്ടാകും, സ്മോൾ സെക്കൻഡ് പോളാർ ബോഡി. അപ്പോൾ സെക്കൻഡറി oocyte undergo സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ആൻഡ് ഫോം ലാർജ് ഓവം ആൻഡ് എ സ്മോൾ സെക്കൻഡ് പോളാർ ബോഡി. ഇനി ഫസ്റ്റ് പോളാർ ബോഡി മേ ഓർ മേ നോട്ട് അണ്ടർഗോ ഡിവിഷൻ. ചിലപ്പോൾ ഫസ്റ്റ് പോളാർ ബോഡി ഈ ഫോർമേഷൻ നടന്നപ്പോൾ തന്നെ നശിച്ചു പോയേക്കാം, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇത് 2 സെക്കൻഡ് പോളാർ ബോഡി ഫോം ചെയ്യും ബൈ മിയോസിസ് 2. മിയോസിസ് 2ൻ്റെ സഹായത്തോട് കൂടിയിട്ട് 2 സെക്കൻഡ് പോളാർ ബോഡീസ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് മിയോസിസ് നടന്നപ്പോൾ കിട്ടിയത് 3 പോളാർ ബോഡീസ് ഉണ്ടാവും. ഈ പോളാർ ബോഡീസ് നശിച്ചു പോവുകയും ചെയ്യും. ഓക്കെ, പോളാർ ബോഡീസ് ആർ അബോർട്ടീവ് സെൽ, സോ ദേ ഗെറ്റ് ഡിസൻറ്റഗ്രേറ്റ് ഈസിലി. ഓക്കെ, ഇതിന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ആകെ നോക്കിക്കോളാം, ഒരു പ്രൈമറി oocyte നിന്ന് ഉണ്ടാകുന്നത് ഒരു ഫങ്ഷണൽ ഓവം മാത്രമാണ്. ഓക്കെ, നമ്മൾ മെയിൽസിലെ സ്പെർമറ്റോസൈറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ നിന്ന് ഉണ്ടാകുന്നത് 4 സ്പെർമാറ്റിഡ. പക്ഷേ ഇവിടെ ഒരു പ്രൈമറി oocyte നിന്ന് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഓവം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് oogenesisന്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ. ഇത് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, മൾട്ടിപ്ലിക്കേഷനിൽ ഊഗോണിയ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഒരുപാട് തവണ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് ഊഗോണിയ ഉണ്ടാവും, 1 മില്യണോളം ഊഗോണിയ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ഫേസ് ഗ്രോത്ത് ഫേസ് ആണ്. ഊഗോണിയ ചിലത് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ട് വലിയ സെല്ലുകളായിട്ട് മാറും. അതിന് പറയുന്ന പേര് പ്രൈമറി oocyte എന്നാണ് പറയാം. പിന്നെ മെച്ചുറേഷൻ ഫേസ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതെല്ലാം മെച്ചുറേഷൻ ഫേസ് ആണ്. മെച്ചുറേഷൻ ഫേസ് 2 സ്റ്റെപ്പാണുള്ളത്. ഒന്ന് മിയോസിസ് 1, അതിന് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയാം. അതായത് പ്രൈമറി oocyte അണ്ടർഗോ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ഫോം സെക്കൻഡറി oocyte ആൻഡ് ഫസ്റ്റ് പോളാർ ബോഡി. ഇനി സെക്കൻഡറി oocyte undergo second meiotic division and form a large ovum and a second polar body, and first polar body may or may not undergo division and form 2 second polar body. So total there are 3 polar bodies are there. Polar bodies are abortive cell, hence it is disintegrate easily. ഈ ഓവമാണ് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഓവമായിട്ട് പെർഫോം ചെയ്യാം. ഇതൊരു ബേസിക് സ്റ്റെപ്പുകളാണ്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോ ഭാഗത്തും നടക്കുന്ന ചേഞ്ചസുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രൈമറി oocyte വരെയുള്ള സ്റ്റേജ്, ഈ പ്രൈമറി oocyte വരെയുള്ള സ്റ്റേജ് നടക്കുന്നത് ഡെലിവറി സമയത്ത് കുഞ്ഞിൻ്റെ ഓവറിയിൽ പ്രൈമറി oocyte ആയിട്ടാണ് കാണേണ്ടത്. ഈ പ്രൈമറി oocyteകൾ ശേഷം ജനിച്ചു കഴിയുമ്പോൾ പ്രൈമറി oocyteകളിൽ ഒരുപാട്, അല്ലെങ്കിൽ പ്രൈമറി oocyteകളിൽ ഒരു ലെയർ ഗ്രാനുലോസ സെൽ, ഇതൊരു ഗ്രാനുലോസ സെല്ലുകളായിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഗ്രാനുലോസ സെല്ലുകളെ കൊണ്ട് പ്രൈമറി oocyte ചുറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് പറയുന്ന പേര് പ്രൈമറി ഫോളിക്കിൾ എന്നാണ് പറയാം. പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയും. സോ ഓക്കെ, ഇവിടെ നമുക്ക് പറയാം പ്രൈമറി oocyte ആണിത്. ഈ പ്രൈമറി oocyteൽ ഒരു ലെയർ ഗ്രാനുലോസ സെല്ലുകളെ കൊണ്ട് ഫോം ചെയ്താൽ അതിന് പറയുന്ന പേര് പ്രൈമറി ഫോളിക്കിൾ എന്നാണ്. ഈ പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു പ്യൂബർട്ടി സമയമാകുമ്പോഴേക്കും, പ്രായപൂർത്തിയാകുമ്പോഴേക്കും ഏകദേശം ഇത് ഒരു 1 മില്യൺ എന്നുള്ള പ്രൈമറി ഫോളിക്കിളൊന്നും ഉണ്ടാവില്ല. ഏകദേശം 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ നശിച്ചു പോയ കണക്കിന് നമ്മൾ പറയുന്ന പേര് ഫോളിക്കുലാർ അട്രീഷ്യ എന്നാണ് പറയാം. ഫോളിക്കുലാർ അട്രീഷ്യ എന്ന് പറയും. ഓക്കെ, ഇതിന് ശേഷം ഇനി ഈ പ്രൈമറി ഫോളിക്കിൾ വീണ്ടും ഡിവിഷൻ നടക്കും. പ്രൈമറി ഫോളിക്കിൾ നമ്മൾ ഓർക്കണം, ഈ പ്രൈമറി ഫോളിക്കിൾ ഉള്ളത് ഇപ്പോഴും പ്രൈമറി oocyte തന്നെയാണ്. അടുത്ത് നമുക്ക് നോക്കാം, പ്രൈമറി oocyteൻ്റെ മുകളിൽ ഒരുപാട് ലെയർ ഗ്രാനുലോസ സെല്ലുകളെ കൊണ്ട് ചുറ്റപ്പെട്ടാൽ ഇറ്റ് കണ്ടെയ്ൻ മോർ ലെയേഴ്സ് ഓഫ് ഗ്രാനുലോസ സെൽസ്. ദിസ് ഈസ് മോർ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽ. ഓക്കെ, മോർ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽ ആൻഡ് എ തീക്ക ലെയർ. ഒരു തീക്ക ലെയറും വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് സെക്കൻഡറി ഫോളിക്കിൾ എന്നാണ്. ഞാനിവിടെ 2 ലെയർ ഗ്രാനുലോസ സെല്ലുകൾ മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇനി അതിന് പുറമെ ഒരു തീക്ക ലെയറും വന്നു കഴിഞ്ഞാൽ ഇതിന് പറയുന്ന പേരാണ് സെക്കൻഡറി ഫോളിക്കിൾ എന്നാണ് പറയാം. അപ്പോൾ പ്രൈമറി oocyteന് പുറമെ ഒരുപാട് ഗ്രാനുലോസ സെല്ലുകളും ഒരു തീക്ക ലെയറും വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് സെക്കൻഡറി ഫോളിക്കിളാണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്കറിയാം സെക്കൻഡറി ഫോളിക്കിളിൽ ഒരു ക്യാവിറ്റി രൂപപ്പെടും എറൗണ്ട് ദ പ്രൈമറി oocyte. ഞാൻ ഉള്ളിൽ വരച്ചിട്ടുള്ള ഈ ബ്ലാക്ക് കളറാണല്ലോ പ്രൈമറി oocyte. ഈ പ്രൈമറി oocyteന് പുറമെ ഒരു ക്യാവിറ്റി രൂപപ്പെടും. ഈ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് ആൻഡ്രം എന്നാണ് പറയാം. ആൻഡ്രം. ഈ ആൻഡ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഫ്ലൂയിഡിന് പറയുന്നത് ലിക്വർ ഫോളിക്കുലൈ എന്നാണ് പറയാം. ലിക്വർ ഫോളിക്കുലൈ. ഇനി ഇതേ ഫോളിക്കിൾ, ഈ സെക്കൻഡറി ഫോളിക്കിൾ പിന്നീട് മൾട്ടിപ്ലിക്കേഷൻ നടക്കുമ്പോൾ കിട്ടുന്നതാണ്. സെക്കൻഡറി ഫോളിക്കിൾ പിന്നെ നടക്കുന്ന ചേഞ്ചസ് ആണ് ടെർഷറി ഫോളിക്കിൾ എന്ന് പറയും. ഓക്കെ, ദിസ് ഈസ് ഗ്രാനുലോസ് പ്രൈമറി oocyte. മോർ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് ആർ ദർ. ദിസ് ഈസ് മോർ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ്. ഓക്കെ, 1 ലെയർ ഓഫ് ഗ്രാനുലോസ സെൽ, സെക്കൻഡ് ലെയർ ഓഫ് ഗ്രാനുലോസ സെൽ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ, അങ്ങനെ ഒരുപാട് ലെയറുകൾ ഗ്രാനുലോസ സെല്ലുകൾ ഫോം ചെയ്യും. അതിന് പുറമെ ഞാൻ പറഞ്ഞു ഒരു തീക്ക ലെയറും കൂടെ ഫോം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ദിസ് ഈസ് തീക്ക ലെയർ. ദെൻ ഇപ്പോൾ ഇത് സെക്കൻഡറി ഫോളിക്കിളാണ്. ശേഷം ഇവിടെ ഒരു ക്യാവിറ്റി രൂപപ്പെട്ടു.
അപ്പോൾ ഇതിന് പറഞ്ഞ പേര് സെക്കൻഡറി ഫോളിക്കിൾ എന്നായി. ഇനി ടെർഷറി ഫോളിക്കിളിൽ ചേഞ്ച് നടക്കുന്നത് ആകെ ഈ തീക്ക ലെയർ പുറമേ ഒരു തീക്ക ലെയറും കൂടെ ഫോം ചെയ്യും. ഈ പുറമേ ഫോം ചെയ്യുന്ന തീക്ക ലെയറിന് പറയുന്ന പേര് തീക്ക എക്സ്റ്റേണ എന്നാണ് പറയാം. തീക്ക എക്സ്റ്റേണ എന്ന് പറയും. ഇപ്പോൾ ഈ ഫോളിക്കിളിന് പറയുന്ന പേര് ടെർഷറി ഫോളിക്കിൾ എന്നായി. ടെർഷറി ഫോളിക്കിൾ എന്നായി. അപ്പോൾ നമുക്ക് ടെർഷറി ഫോളിക്കിൾ ആയപ്പോഴും നമുക്ക് നോക്കിയാൽ മതി ഇതെല്ലാം പ്രൈമറി ഊസൈറ്റാണ്. ഇനി ടെർഷറി ഫോളിക്കിൾ വീണ്ടും ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൈമറി ഊസൈറ്റുകൾ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കും. അടുത്ത സ്റ്റെപ്പിലാണ് ഈ ടെർഷറി ഫോളിക്കിളിൻ്റെ ഉള്ളിലുള്ള പ്രൈമറി ഊസൈറ്റുകൾ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് പിന്നെ ഉണ്ടാകുന്നത് സെക്കൻഡറി ഊസൈറ്റും ഫസ്റ്റ് പോളാർ ബോഡിയുമാണ് ഉണ്ടാവുക. ഓക്കെ, ഫസ്റ്റ് പോളാർ ബോഡിയും ഉണ്ടാവും. ലെറ്റ് us see that. ടെർഷറി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പ്രൈമറി ഊസൈറ്റ് നമുക്ക് പ്രൈമറി ഊസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ സെക്കൻഡറി ഊസൈറ്റും ഫസ്റ്റ് പോളാർ ബോഡിയും ഫോം ചെയ്യും. സോ ടെർഷറി ഫോളിക്കിൾ കണ്ടിന്യൂ ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫോം ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ആൻഡ് ഗെറ്റ് സെക്കൻഡറി ഊസൈറ്റ് ആൻഡ് ഫസ്റ്റ് പോളാർ ബോഡി. സെക്കൻഡറി ഊസൈറ്റും ഫസ്റ്റ് പോളാർ ബോഡിയും മിയോസിസ് 1 നടക്കുമ്പോൾ കിട്ടും. ഓക്കെ, ഇങ്ങനൊരു മെച്യൂർ ആയിട്ടുള്ള ഒരു ഓവത്തിന് പറയുന്ന പേര് ഇപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നാണ് പറയാം. ഇനി ഇതിന് നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയും. ഈ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഉള്ളിലുള്ള സെക്കൻഡറി ഊസൈറ്റിന് പുറമെ ഒരു മെംബ്രെയിൻ ഫോം ചെയ്യും. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ സെക്കൻഡറി ഊസൈറ്റിന് പുറമെ ഒരു മെംബ്രെയിൻ ഫോം ചെയ്തിട്ടുണ്ട്. ഈ മെംബ്രെയിന് പറയുന്ന പേരാണ് സോണ പെലൂസിഡ എന്നാണ് പറയാം. സോണ പെലൂസിഡ എന്ന് പറയും. ഓക്കെ, ഇനി ഗ്രാഫിയൻ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ സെക്കൻഡറി ഊസൈറ്റുകൾ ഇനി റപ്ചർ ചെയ്തിട്ട് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തതിന് ശേഷം സെക്കൻഡറി ഊസൈറ്റ് റിലീസ് ചെയ്യും. സെക്കൻഡറി ഊസൈറ്റ് റിലീസ് ചെയ്യുന്നതിനെയാണ് ശരിക്കും നമ്മൾ റിലീസ് ഓഫ് ഓവം എന്ന് പറയാം. അതിനാണ് ഓവുലേഷൻ എന്ന് പറയുക. ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് ഓവം ഫ്രം ഓവറി ഈസ് നോൺ ആസ് ഓവുലേഷൻ. ഇവിടെ നമ്മൾ ഓവം എന്ന് കൺസിഡർ ചെയ്യുന്നത് സെക്കൻഡറി ഊസൈറ്റ് ആണ് നമ്മൾ ഓവമായിട്ട് കൺസിഡർ ചെയ്യുക. അത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് റിലീസ് ആവുകയും ചെയ്യും. ഇനി പിന്നെ ഒരു സ്റ്റെപ്പും കൂടെ നമുക്കിവിടെ പെൻഡിങ് ഉണ്ട്. അതായത് മിയോസിസ് 2 എന്ന് പറയുന്നത്. ശരിക്കും മിയോസിസ് 2 എന്ന് പറയുന്നത് നടക്കുന്നത് സ്പേം ഈ സെക്കൻഡറി ഊസൈറ്റിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ സെക്കൻഡറി ഊസൈറ്റ് ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഓവമായിട്ട് മാറുക. അതുവരെ ഇത് സെക്കൻഡറി ഊസൈറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു ഓവർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളിലും ഓവർ റിലീസ് ചെയ്യുമ്പോൾ ആ ഓവം എന്ന് പറയുന്നത് സെക്കൻഡറി ഊസൈറ്റ് ആണ്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ സ്പേം എൻ്റർ ചെയ്യണം. സ്പേം എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ മിയോസിസ് 2 നടക്കും. മിയോസിസ് 2 നടക്കുന്ന സമയത്ത് സെക്കൻഡറി ഊസൈറ്റ് എന്തായിട്ട് മാറും? സെക്കൻഡറി ഊസൈറ്റ് ആണ് ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഓവമായിട്ട് മാറുക. ഓക്കെ, ദിസ് മച്ച് ഓൺലി ഇൻ ഊജനസിസ്. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ സൈക്ലിക് ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓഫ് ഫീമെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസുകളിൽ തുടർച്ചയായിട്ട് നടക്കുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയാം. മെൻസ്ട്രൽ സൈക്കിളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓവറിയുടെ ഉള്ളിലുള്ള ഓവത്തിൻ്റെ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ യൂട്രസിൻ്റെ ഉള്ളിലുള്ള എൻഡോമെട്രിയത്തിൻ്റെ ചേഞ്ചസുമാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. ശ്രദ്ധിക്കുക, അതായത് നമുക്ക് 2 കാര്യങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് ഈ മെൻസ്ട്രൽ സൈക്കിളിൽ. ഓവറിയുടെ ഉള്ളിലുള്ള നടക്കുന്ന ചേഞ്ചസുകൾ. ഓവറിയുടെ ഉള്ളിൽ പ്രൈമറി ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിൾ ആകുന്നു, ഓവർ റിലീസ് ചെയ്യുന്നു, ശേഷം ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓവറിയിൽ ഉണ്ടാവുക. ഇനി അതുപോലെ തന്നെ യൂട്രസിൽ നടക്കുന്നത് എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ആകുന്നു, വീണ്ടും ഉണ്ടാകുന്നു. ഈ ഒരു പ്രോസസ്സൊക്കെയാണ് മെൻസ്ട്രൽ സൈക്കിളിൽ പറയാം. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതൊരു സൈക്ലിക് ചേഞ്ചസ് ആണ്, തുടർച്ചയായിട്ട് നടക്കുന്ന ചേഞ്ചസ് ആണ്. ദാറ്റ് ഒക്കർ ഇൻ ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓഫ് ഫീമെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസുകളിൽ തുടർച്ചയായിട്ട് നടക്കുന്ന ചേഞ്ചസിനെയാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുക. ഏകദേശം ഈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു ഡ്യൂറേഷൻ 28 അല്ലെങ്കിൽ 29 ദിവസമാണ്, 28 or 29 days. ഞാൻ പറഞ്ഞത് മെൻസ്ട്രൽ സൈക്കിളാണ്. മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ 28 to 20 അല്ലെങ്കിൽ 28 or 29 days, 28 അല്ലെങ്കിൽ 29 ദിവസമാണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഈ മെൻസ്ട്രൽ സൈക്കിൾ ആദ്യമായിട്ട് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ 9 to 11 years ആണ്. 9 മുതൽ 11 വയസ്സാണ് ഇപ്പോൾ സ്ത്രീകൾ നടക്കുന്നത്. അപ്പോൾ ആ ഒരു ആദ്യം നടക്കുന്ന മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ ആദ്യത്തെ പ്രോസസ്സിന് പറയുന്ന പേരാണ് നമ്മൾ മെനാർക്ക് എന്നാണ് പറയുക. മെനാർക്ക് എന്ന് പറയും. ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ കാലയളവിലും ഇതിങ്ങനെ നടക്കൂല. ഏകദേശം ഒരു 30-35 വർഷം മാത്രമാണ് ചൈൽഡ് ബിയറിംഗ് പീരീഡ് എന്ന് പറയും. അത് കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഏകദേശം 45 to 50 years ആകുമ്പോഴേക്കും എല്ലാവരിലും മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ആവും. അങ്ങനെ സ്റ്റോപ്പ് ആകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മെനോപോസ്. അപ്പോൾ ഓർക്കുക, മെനാർക്ക് എന്ന് പറഞ്ഞത് സ്റ്റാർട്ടിങ് ഓഫ് മെൻസ്ട്രേഷന് പറയുന്ന പേരാണ് നമ്മൾ മെനാർക്ക് എന്ന് പറയാം. അത് 9 to 11 years ആണ് ഇതിൻ്റെ ആവറേജ് ടൈം പറയുന്നത്. പിന്നെ മെനോപോസ്, സെസേഷൻ മീൻസ് സ്റ്റോപ്പിംഗ് ഓഫ് മെൻസ്ട്രേഷനാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുക. അത് നടക്കുന്നത് ഏകദേശം ഒരു 45 മുതൽ 50 വയസ്സാകുമ്പോഴാണ്. ഇനി എന്തൊക്കെയാണ് മെൻസ്ട്രൽ സൈക്കിളിൽ നടക്കുന്ന പ്രോസസ്സ്?
ആദ്യം നമുക്കറിയാം ഇതിന് 4 ഫേസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഫേസിന് പറയുന്ന പേര് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയും. രണ്ടാമത്തെ ഫേസിന് പറയുന്നത് പ്രോലിഫറേറ്റീവ് ഓർ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയും. മൂന്നാമത്തെ ഫേസ് ഓവുലേറ്ററി ഫേസ് ആണ്. നാലാമത്തെ ഫേസ് ലൂട്ടിയൽ ഫേസ്. സോ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ആദ്യത്തെ ഫേസാണ് മെൻസ്ട്രൽ ഫേസ്. ഒന്നാമത്തെ ഫേസാണ് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയും. മെൻസ്ട്രൽ ഫേസ് ഏകദേശം ഈ ഒരു ഫേസിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 3 മുതൽ 5 ദിവസമാണ് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയാം. അത് ഈ ഒരു സൈക്കിൾ, ഒരു മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുന്നത് ഈ ഒരു ഫേസിലാണ്. ഓക്കെ, ഈ മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുന്നത് മെൻസ്ട്രൽ ഫേസിലാണ്. ഇറ്റ് ലാസ്റ്റ് ഫോർ 3 to 5 days. 3 മുതൽ 5 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫേസാണിത്. ഓക്കെ, ബ്ലീഡിംഗ് ആണ് ഈ ഫേസിൽ നടക്കുക. നമ്മൾ മെൻസ്ട്രേഷൻ എന്ന് പറയും. മെൻസ്ട്രേഷൻ ആണ് ഈ ഒരു ഫേസിൽ നടക്കുന്നത്. ബ്ലീഡിംഗ് ആണ്. ഏകദേശം ഒരു 30 to 50 ml ബ്ലഡ് ആണ് ഈ ഒരു ഫേസിൽ നഷ്ടപ്പെട്ടു പോവുക. ഓക്കെ, ഇവിടെ മെൻസ്ട്രൽ ഫേസിൽ റിലീസ് ചെയ്യുന്നത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയൽ ലൈനിങ് ഓഫ് യൂട്രസ്. യൂട്രസിൻ്റെ എൻഡോമെട്രിയം എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ആകും. എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ആകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യരുത്, അതായത് കംപ്ലീറ്റ് എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ആകുമെന്ന് വിചാരിക്കരുത്. എൻഡോമെട്രിയത്തിന് 2 ലെയറാണ് ഉണ്ടാവുക. ഒന്ന് ബേസൽ ലെയറും മറ്റൊന്ന് ഫങ്ഷണൽ ലെയറുമാണ്. ബേസൽ ലെയർ അവിടെ തന്നെ കിടക്കും, അതിൻ്റെ ഫങ്ഷണൽ ലെയറാണ് പൊട്ടിപ്പോവുക. സോ ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയൽ ലൈനിങ് ഓഫ് യൂട്രസ്, അതിൻ്റെ ബ്ലഡ് വെസൽസുകൾ, പിന്നെ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത ഓവം, ഇത് മൂന്നുമാണ് ഇതിൽ നിന്ന് റിലീസ് ചെയ്യുക. അപ്പോൾ മെൻസ്ട്രൽ ഫേസിൽ മെൻസ്ട്രേഷനിൽ, അതായത് ബ്ലീഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുക റപ്ചേർഡ് ബ്ലഡ് വെസൽ. ഓക്കെ, അതായത് റപ്ചേർഡ് ബ്ലഡ് വെസൽസ്, അതുപോലെ തന്നെ എൻഡോമെട്രിയൽ ലൈനിങ് ഓഫ് യൂട്രസ്, എൻഡോമെട്രിയൽ ലൈനിങ്, അതുപോലെ അൺഫെർട്ടിലൈസ്ഡ് ഓവം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് റിലീസാവുക. അൺഫെർട്ടിലൈസ്ഡ് ഓവം, ഇത്രയും കാര്യങ്ങളുണ്ട് ഈ ഒരു മെൻസ്ട്രൽ ഫേസിൽ ബ്ലീഡിങ്ങിൽ കടന്നു വരുന്നത് ഇത്രയാണ്. ഓക്കെ, ഈ സമയത്താണ് എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്താണ് ഫീമെയിൽസിലൊക്കെ നന്നായിട്ട് അബ്ഡോമിനൽ പെയിൻ, വളരെ നന്നായിട്ട് പെയിനുകൾ ഉണ്ടാകാറുണ്ട്. ഓക്കെ, കാരണം ആ എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ചെയ്ത് പോകുന്നതിൻ്റെ പെയിനാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഫേസ് ഏകദേശം 3 മുതൽ 5 ദിവസമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കുന്നത് ഓർക്കുക, മെൻസ്ട്രൽ ഫേസ്, ബ്ലീഡിംഗ് ഫേസ്. ഓക്കെ, റപ്ചേർഡ് ബ്ലഡ് വെസൽ, എൻഡോമെട്രിയൽ ലൈനിങ് ഓഫ് യൂട്രസ്, അൺഫെർട്ടിലൈസ്ഡ് ഓവമാണ് ഈ ബ്ലീഡിങ്ങിൽ ഉണ്ടാവുക. രണ്ടാമത്തെ ഫേസ് ആണ് പ്രോലിഫറേറ്റീവ് അല്ലെങ്കിൽ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയും. പ്രോലിഫറേറ്റീവ്, അതേപോലെ തന്നെ മറ്റൊരു പേരാണ് പ്രോലിഫറേറ്റീവ് ഓർ വി കൺ ടെൽ ഫോളിക്കുലാർ ഫേസ്. ഈ പ്രോലിഫറേറ്റീവ് ഓർ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ്. ഈ വാക്ക് കേട്ടാൽ തന്നെ നമുക്കറിയാം പ്രോലിഫറേറ്റീവ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ്, ഫോളിക്കുലാർ എന്ന് പറഞ്ഞാൽ ഫോളിക്കിൾസിനെ കുറിച്ചാണ്. ഇവിടെ നമുക്കറിയാം പ്രൈമറി ഫോളിക്കിൾ ഇൻ ദ ഓവറിയിൽ കാണുന്ന പ്രൈമറി ഫോളിക്കിൾ, ഞാൻ തൊട്ട് മുന്നേ പഠിപ്പിച്ചതിലുണ്ടായിരുന്നു പ്രൈമറി ഫോളിക്കിൾ. ഈ പ്രൈമറി ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിൾ ആവുകയും ചെയ്യും ഈ ഒരു ഫേസിൽ. അതുപോലെ തന്നെ നേരത്തെ എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള എൻഡോമെട്രിയം വീണ്ടും ഉണ്ടാകാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ 2 കാര്യങ്ങളാണ് ഈ ഒരു ഫേസിൽ ഉണ്ടാവുക. പ്രോലിഫറേറ്റീവ് ഫേസ് ഓർ ഫോളിക്കുലർ ഫേസിൽ പറയുന്നത് റീജനറേഷൻ ഓഫ് എൻഡോമെട്രിയൽ ലൈനിങ് ഓഫ് യൂട്രസ്, നേരത്തെ ബ്രേക്ക് ഡൗൺ ചെയ്തു പോയിട്ടുള്ള എൻഡോമെട്രിയം വീണ്ടും ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രൈമറി ഫോളിക്കിൾ ഇൻ ദ ഓവറിയിലെ പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയുന്നത് ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ 2 ചേഞ്ചസിനും സഹായിക്കുന്ന 2 ഹോർമോണുകൾ ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് FSH ആണ്, അതേപോലെ തന്നെ മറ്റൊന്ന് LH ആണ്. FSHും LHൻ്റെയും സഹായത്തോട് കൂടിയിട്ട്, അതായത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെയും സഹായത്തോട് കൂടിയിട്ടാണ് ഈ 2 ചേഞ്ചസുകൾ നടക്കുന്നത്. അതിൽ ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ മാത്രമാണ് പ്രൈമറി ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറ്റാൻ സഹായിക്കുക. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഹെൽപ്സ് ഇൻ ദ ചേഞ്ചിങ് ഓഫ് പ്രൈമറി ഫോളിക്കിൾ ടു ഗ്രാഫിയൻ ഫോളിക്കിൾ, അതായത് പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിൾ ആക്കുക, ടേർഷറി ഫോളിക്കിൾ ആക്കുക, ഗ്രാഫിയൻ ഫോളിക്കിൾ ആക്കുക, അങ്ങനെയുള്ള ഫോളിക്കിളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് FSH. ഈ ഒരു സമയത്ത് ഓവർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറയാം. ഈ ഗ്രോയിങ് ഫോളിക്കിൾ ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. ശ്രദ്ധിക്കുക, ഓവറിയിലുള്ള ഓവ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓവറിയിലുള്ള ഓവേറിയൻ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്ട്രജൻ എന്ന് പറയുന്നത് ഗ്രോയിങ് ഫോളിക്കിൾ ഉണ്ടാക്കുന്നതാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് FSH. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് LHനെ കുറിച്ചാണ്. ഇവിടെ FSHും LHും കൂടെ അതിൻ്റെ ഏറ്റവും ഒരു ഹയസ്റ്റ് ലെവലിലായിരിക്കും 13ാമത്തെ ദിവസം. അതായത് ഈ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ 5 to 13 days ആണ്. അതായത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 5 മുതൽ 13ാമത്തെ ദിവസം വരെയാണ് ഈ ഒരു പ്രോലിഫറേറ്റീവ് ഓർ ഫോളിക്കുലർ ഫേസ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കും FSHും LHും എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കും 13ാമത്തെ ദിവസം. നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ഗ്രാഫ് ഞാനിവിടെ വരക്കാം, FSHൻ്റെയും LHൻ്റെയും. ഓക്കെ, FSH എന്ന് പറയുന്നത് ഇത് നമുക്കൊരു 13ാമത്തെ ദിവസം നോക്കുന്ന സമയത്ത് FSH ഏകദേശം ഇത്രയും ഉണ്ടാവും. പക്ഷേ ഇത് FSH ഹോർമോണാണ്. അതുപോലെ തന്നെ LH ആയിരിക്കും ഏറ്റവും കൂടുതൽ, FSHനേക്കാളും കൂടുതൽ ഉണ്ടാവുക LH ആണ്. ഓക്കെ, LH എന്ന് പറയുന്നത് 13ാമത്തെ ദിവസം ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 2ാമത്തെ ഫേസ് കഴിഞ്ഞു. ഇവിടെ 2 കാര്യങ്ങളാണ് നടക്കുക. പ്രൈമറി ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിൾ ആകുന്നു, എൻഡോമെട്രിയം വീണ്ടും ഉണ്ടാകുന്നു FSHും LHൻ്റെയും സഹായത്തോട് കൂടിയിട്ട്. ഓവുലേറ്ററി ഫേസ്.
മൂന്നാമത്തെ ഫേസ് ആണ് ഓവുലേറ്ററി ഫേസ്. ഈ ഓവുലേറ്ററി ഫേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഇതാകെ നമുക്കൊരു 14ാമത്തെ ദിവസമാണ്, 14th ഡേയിലാണ് ഓവുലേഷൻ നടക്കുക. 14th ഡേ ഓവുലേറ്ററി ഫേസിൽ നോർമലി നമുക്കറിയാം ഇവിടെ LH ഹോർമോൺ 13ാമത്തെ ദിവസം ഏറ്റവും ഹയസ്റ്റ് ആണ്. LH ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ അതായത് ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് സെക്കൻഡറി ഊസൈറ്റ് റിലീസ് ചെയ്യും. അതായത് ബൈ റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ സെക്കൻഡറി ഊസൈറ്റ് റിലീസ് ഫ്രം ഗ്രാഫിയൻ ഫോളിക്കിൾ. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓവുലേഷൻ. അപ്പോൾ ഓവുലേറ്ററി ഫേസിൽ നടക്കുന്നത് ഓവുലേഷൻ ആണ്, റിലീസ് ഓഫ് ഓവം ഫ്രം ഓവറി. ആ ഓവറിയിൽ നിന്ന് ഓവം റിലീസ് ചെയ്യുന്നതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുക. ഈ ഓവുലേഷൻ നടത്താൻ സഹായിക്കുന്ന ഹോർമോൺ എന്ന് പറഞ്ഞാൽ LH ആണ്, ലൂട്ടിനൈസിങ് ഹോർമോൺ. കാരണം 14ാമത്തെ ദിവസം നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ള ഹോർമോൺ LH ആണ്. LH ഹോർമോണിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി കഴിഞ്ഞിട്ട് ഓവറിയിൽ നിന്ന് റിലീസാവും. ഈ പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയും. അതിന് പറയുന്ന മറ്റൊരു പേരും കൂടിയുണ്ട്, LH സർജ് എന്നാണ് പറയുക. LH ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോഴാണല്ലോ ഈ പ്രോസസ്സ് നടക്കുക. അപ്പോൾ അതിന് LH സർജ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഓവുലേറ്ററി ഫേസ് എന്ന് പറയാം. അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഒരു ഫേസിന് പറയുന്ന പേരാണ് ലൂട്ടിയൽ ഫേസ് എന്ന് പറയും. ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് ഇതിന് സെക്രീറ്ററി ഫേസ് എന്നാണ് പറയാം. സെക്രീറ്ററി ഫേസ്. ഈ ലൂട്ടിയൽ ഫേസിൽ നടക്കുന്നത് അതായത് ഇപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആയല്ലോ. ഈ റപ്ചർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് ഇപ്പോൾ ഓവർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിയൻ ഫോളിക്കിൾ ഇപ്പോൾ ഒരു എംപ്റ്റി ബാഗാണ്. ആ എംപ്റ്റി ബാഗ് ഇപ്പോൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. ശരിക്കും ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ചേഞ്ച് ആകുന്നതാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയാം. ഈ കോർപ്പസ് ലൂട്ടിയത്തിൽ ഓവർ ഉണ്ടാവില്ല, ഓവർ റിലീസ് ചെയ്തല്ലോ. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ ഫ്രീ ആയി. ഈ ഫ്രീ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിളിന് പറയുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയും. ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോൺ ആണ് പ്രൊജസ്റ്റിറോൺ എന്ന് പറയും. പ്രൊജസ്റ്റിറോൺ ആണ് എൻഡോമെട്രിയത്തിന് തിക്കാക്കുന്ന ഹോർമോൺ ആണ് പ്രൊജസ്റ്റിറോൺ. അപ്പോൾ നമ്മൾ രണ്ട് ഹോർമോണിൻ്റെ കാര്യം പറഞ്ഞു. ഒവേറിയൻ ഫോളിക്കിളിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ഹോർമോൺ ഈസ്ട്രജനും ഒവേറിയൻ ഫോളിക്കിളിൽ നിന്ന് ഓവർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിയൻ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയം ആകുന്നു. ആ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് പ്രൊജസ്റ്റിറോൺ. പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്നത് എൻഡോമെട്രിയം ഓഫ് ദ യൂട്രസ് തിക്കാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എൻഡോമെട്രിയം ഓഫ് ദ യൂട്രസ് തിക്കാക്കാൻ സഹായിക്കുന്നതാണ് പ്രൊജസ്റ്റിറോൺ. കാരണം ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുള്ള ഓവം എങ്ങാനും ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഫെർട്ടിലൈസ്ഡ് ഓവത്തിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഡ് ഉണ്ടാക്കുന്നത് പോലെയാണ് ഈ പ്രൊജസ്റ്റിറോൺ ചെയ്യുന്നത്. പ്രൊജസ്റ്റിറോൺ എൻഡോമെട്രിയം നന്നായിട്ട് തിക്കാക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്നത് കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യും. ഓക്കെ, ഇനി അതുപോലെ തന്നെ സെക്രീറ്ററി ഫേസ് എന്ന് പറയാൻ മറ്റൊരു പേരും കൂടെ പറയാനുള്ള കാരണം ഈ ഒരു ഫേസിൽ ഈ എൻഡോമെട്രിയം ഓഫ് ദ യൂട്രസ് ചില ഫ്ലൂയിഡുകൾ യൂട്രസിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദ സെക്രീറ്റ് സർട്ടൈൻ ഫ്ലൂയിഡ്സ് ഇൻ ടു ദ യൂട്രസ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സെക്രീറ്ററി ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പേരുകൾ പറഞ്ഞു, ലൂട്ടിയൽ ഫേസ് ആൻഡ് സെക്രീറ്ററി ഫേസ്. ലൂട്ടിയൽ എന്ന് പറയുന്നതിൻ്റെ കാരണം കോർപ്പസ് ലൂട്ടിയം എന്നാണ് പറയാം. കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ് പ്രൊജസ്റ്ററോൺ. ഓക്കെ, കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ പ്രൊജസ്റ്ററോൺ അവിടെ തന്നെ നിൽക്കും. ഒരു പക്ഷേ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം നശിച്ചു പോകും. കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞാൽ യെല്ലോ കളേർഡ് സ്ട്രക്ചറാണ്. നമ്മുടെ ബോഡിയിൽ രണ്ട് സ്ട്രക്ചേഴ്സ് മാത്രമാണ് യെല്ലോ കളേർഡ് ആയിട്ടുള്ളത്. ഒന്ന് മാക്യുല ലൂട്ടിയ, അത് കണ്ണിലാണ്. ഇനി മറ്റൊന്ന് കോർപ്പസ് ലൂട്ടിയം, അത് യൂട്രസിലാണ്. ഓക്കെ, അതായത് ഓവറിയുടെ ഉള്ളിലുള്ളതാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം യെല്ലോ കളേർഡ് സ്ട്രക്ചറാണ്. മാക്യുല ലൂട്ടിയ കണ്ണിലുള്ളതും യെല്ലോ സ്ട്രക്ചറാണ്. എൻട്രൻസിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം യെല്ലോ കളേർഡ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് പ്രൊജസ്റ്ററോൺ. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഈ പ്രൊജസ്റ്ററോണിൻ്റെ അളവ് കുറയും. അപ്പോൾ എൻഡോമെട്രിയം നശിച്ചു പോകും. വീണ്ടും നമുക്ക് മെൻസ്ട്രുവൽ സൈക്കിൾ, അതായത് മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള മെൻസ്ട്രുവൽ ഫേസിലേക്ക് വരികയും ചെയ്യും. Okay, അപ്പോൾ in the absence of fertilization, progesterone decreases as well as endometrial lining of the uterus also break down. This process is called menstruation. So next സ്റ്റെപ്പിലേക്ക് വീണ്ടും വരും. അപ്പോൾ ഇങ്ങനെ 4 ഫേസുകളിലായിട്ടാണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത്.